9 മണിക്ക് സംഭവം നടക്കുമ്പോൾ 11 മണിക്ക് അവർ വന്ന് നമ്മളെ പാലത്തിൻ്റെ അടി കിടക്കുകയാണ് അവരെ വെള്ളം. ഈ പോലീസ് കോർട്ടിൻ്റെ കോസ്റ്റൽ പോലീസുകാർക്ക് നീന്താനോ അതിനോ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. പോലീസുകാരുടെ അനാസ്ഥ ഇതിൽ തോനെയുണ്ട്. 10-11 മണി വരെ ആളുടെ സൗണ്ടും കൈയും എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് പോലും അവർ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമോ സാറേ? പറ. 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് എനിക്കുള്ള. സംസ്ഥാനം മുഴുവൻ മഴക്കെടുതിയുടെ വാർത്തകളിൽ നിരന്നു നിൽക്കുമ്പോഴും തിരുവനന്തപുരം മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കണ്ണീരും പ്രാർത്ഥനയുമായി ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ജൂലൈ 31-നാണ് ഇവിടെ ബോട്ട് അപകടമുണ്ടായത്. സംഭവത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ വൈകിയെന്ന അന്ന് മുതൽ തന്നെ പരാതി നിലനിൽക്കവെയായിരുന്നു ഒരാളുടെ മൃതദേഹം ലഭിച്ചത്. അധികൃതർക്കെതിരെ ബന്ധുക്കൾ പരക്കെ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. പെരുമാതുറയിൽ കടലിൽപ്പെട്ട് കാണാതായ 2 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം സംസ്കരിച്ചെങ്കിലും രണ്ടാമത്തെ ആൾക്കായുള്ള തിരച്ചിൽ 5-ാം ദിവസവും മന്ദഗതിയിലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. 8:30 പോയ ആളാണ്. ഞങ്ങൾ പോയി അവിടെ സൗണ്ട് വെച്ച് റോഡ് ഉപരോധിച്ച് എല്ലാം കഴിഞ്ഞിട്ടും 3 മണിക്ക് തിരക്കൽ തുടങ്ങിയിട്ട് 5 മണിക്ക് അവർ തിരിച്ചു കൊണ്ടുപോയി. പോലീസുകാരുടെ അനാസ്ഥ ഇതിൽ തോനെയുണ്ട്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു പോലീസുകാരൻ പറഞ്ഞത്, നിങ്ങൾ പോയി കടൽ ശാന്തമാക്കിയിട്ട് വാ, എന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം. ശക്തമായ അടിയൊഴുക്കിലും തിരമാലയിലും പെട്ടാണ് 2 പേർ കടലിലാക്കപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ രക്ഷപ്പെട്ട ഉടൻ തന്നെ കോസ്റ്റൽ പോലീസിലും ബന്ധുക്കളെയും വിവരം അറിയിച്ചെങ്കിലും കാര്യക്ഷമമായ നടപടി ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ ഒന്നാകെ പറയുന്നത്. ഇവർ വള്ളം വെട്ടിച്ച് മാറ്റുന്ന സമയം കൊണ്ട് അടുത്ത തിരമാല വെണിച്ചിട്ട് ഇവർ രണ്ടും ഒഴുകി അടിയിൽ ആവുകയാണ് ചെയ്തത്. ആ ഒഴുക്കിൻ്റെ കൂട്ടത്തിൽ അവർ അവിടെ നിൽക്കുന്നവർ പറഞ്ഞു ഈ സ്റ്റിക്ക് പിടിച്ചിട്ടുണ്ട്. അവരെ പിടിച്ച് കയറ്റാൻ പോയ സമയത്ത് ഞാൻ അവിടെ എത്തുകയാണ്. അപ്പോഴത്തേക്കും ഈ കടലടിയിൽ ഇവരെ മിസ്സിങ് ആയി. എന്നിട്ട് പോലീസ് കോഡിനടുത്ത് അന്ന് രാത്രി തന്നെ ഇവരുടെ അടുത്ത് പറയുകയും ചെയ്തു, ഇതേപോലെ 2 പേര് മിസ്സായപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ പോലീസ് കോഡ് പറഞ്ഞ് 4 റിങ് തരാം, നിങ്ങളിപ്പോൾ നോക്കിയും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വരാമെന്ന്. വന്നത് 11 മണിക്ക്. 9 മണിക്ക് സംഭവം നടക്കുമ്പോൾ 11 മണിക്ക് അവർ വന്ന് നമ്മളെ പാലത്തിൻ്റെ അടി കിടക്കുകയാണ് അവരെ വെള്ളം. അവർ പേടിച്ചങ്ങോട്ട് വരുന്നില്ല. അതിനുശേഷം രാവിലെ 6 മണിക്ക് വീണ്ടും പോയി സംസാരിക്കുകയാണ് അവർക്കെടുത്ത്. അവർ പറഞ്ഞ് വിഴിഞ്ഞത്ത് വള്ളം ലാഞ്ച് വിട്ടിട്ടുണ്ട്, കപ്പൽ വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ഏകദേശം ഒരു 3 മണിയായിട്ടും അത് വരാതിരുന്നു. സംഭവം നടന്ന ശേഷം വൈകിയാണെങ്കിലും തിരച്ചിൽ ആരംഭിച്ചു. എങ്കിലും വെളിച്ചക്കുറവും സാങ്കേതിക തടസ്സങ്ങളും പറഞ്ഞ് തിരച്ചിൽ വേഗത്തിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നെ ലൈറ്റ് ഇല്ല. അവർ പറഞ്ഞത് ഈ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെ രക്ഷിക്കുമെന്ന്. സാറേ, നിങ്ങളവിടെ സോളർ ലൈറ്റുകൾ സ്ഥാപിക്കാത്ത എന്ത്? 10 മണിക്ക് ആരംഭിക്കുമെന്ന് അറിയിച്ച നേവിയുടെ തിരച്ചിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ആരംഭിച്ചത്. തുടക്കത്തിൽ തന്നെ സ്കൂബ ടീമിന്റെ സേവനം ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ആളെ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന് ബന്ധുക്കൾ ഇപ്പോഴും പറയുന്നുണ്ട്. ബാക്കിൽ നിന്ന് വെള്ളം വന്ന് അവർ പറഞ്ഞ് അവരെ രക്ഷിക്കാൻ പറഞ്ഞു. എൻ്റെ അനിയൻ ഫ്രീമോൺ ഇങ്ങനെ വരാൻ കാരണം ചില സമയത്ത് കടൽക്ഷോഭം ഉണ്ടായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഈ കല്ലടി, പിന്നെ ഇടയ്ക്ക് മണ്ണ് ഇഷ്ടംപോലെയുണ്ട്. താഴ്ച കുറവാണ്. അപ്പോൾ കടൽ നല്ല ആഘാതത്തിൽ അടിക്കും. മണ്ണെടുത്ത് മാറ്റുന്നില്ല. അങ്ങനെ ചെറിയ ഇഷ്ടം പോലെ ഫാൾട്ടൊക്കെ ഉണ്ട് ചെയ്യുമ്പോഴത്തേനും. അത് പഠിച്ചവർ ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണിത്. കോസ്റ്റൽ പോലീസുകാർക്ക് നീന്താനോ അതിനോ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഈ അറിഞ്ഞൂടാത്തവരെ ഇവിടെ നിർത്തിയിട്ട് കോസ്റ്റൽ പോലീസ് നിർത്തും. പക്ഷെ നീന്താനോ കടലിനെ കുറിച്ച് അറിയുന്ന ആർക്കും ജോലി കൊടുക്കത്തില്ല. അവിടെ ഓരോ സർക്കാർ ഇടുന്ന ആൾക്കാരെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മൾ വള്ളക്കാർ പോയിട്ട് പോലും വരാൻ പേടിയാണെങ്കിൽ. മൃതദേഹം ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അധികൃതർ തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ച മട്ടിലാണ്. നിലവിൽ യാതൊരു അന്വേഷണവും നടക്കുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സ്കൂബ ഡൈവേഴ്സിനെ ഇറക്കാൻ പറഞ്ഞ് ആരിറക്കി സാറേ? ആരും ഇറക്കിയില്ല. ഇത്ര നേരം ഞങ്ങൾ MLA-ൻ്റെ അടുത്ത് പറഞ്ഞു, മന്ത്രീൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ അവിടെ റോഡ് ഉപരോധിക്കുന്നതിൻ്റെ അന്ന്, സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് പോലീസുകാർ കാണിച്ചതാണ്. സ്കൂബ ഡൈവേഴ്സിനെ വന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ റോഡ് ഉപരോധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെല്ലാവരെയും പറഞ്ഞു വിട്ട്. ഞങ്ങളവിടെ പോയപ്പോൾ ഫയർഫോഴ്സ് വന്നേക്കുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂക്കാർ ഈ ആഞ്ഞടിക്കുന്ന കടലിൽ ഇറങ്ങില്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ഒരു തീരുമാനം എടുത്തുകൂടാ? നേരത്തെ നമ്മുടെ കറക്റ്റ് സ്കൂബ ഡൈവേഴ്സിന് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചുകൂടായിരുന്നു. ഞങ്ങളൊരു ഡിസിപ്ലിനറി ഫോഴ്സാണ്, ഞങ്ങൾക്ക് അതിനനുസരിച്ചേ നീങ്ങാളൂ. ഞങ്ങളിപ്പോൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ജീവനെ പോയി, ഞങ്ങൾക്ക് ആ ബോഡിയെങ്കിലും തിരിച്ചെത്തിച്ചെത്താ. വിദേശത്തായിരുന്ന ഷിജിനാണ് നാട്ടിൽ നിൽക്കവേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ജീവിതമാർഗം തേടി കടലിൽ പോയത്. ഭാര്യയും 2 പിഞ്ചു മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ഏക അത്താണി കൂടിയായിരുന്നു ഷിജിൻ. എൻ്റെ ഭർത്താവ് പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം നാട്ടിൽ വന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം പണിക്ക് പോയതാണ്. 2 പിള്ളേരെ വളർത്തണ്ടേ, അതിന് വേണ്ടി പണിക്ക് പോയ ആളാണ്.
ആ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് തിരക്കൽ തുടങ്ങിയത്. വെള്ളത്തിനകത്ത് വീണ ആൾ എത്ര ദിവസം കിടക്കുമെന്ന് പറ. എൻ്റെ ഭർത്താവിനെ രക്ഷിക്കുക, ആരെങ്കിലും ഒരു സഹായം ചെയ്യ്, ആരെങ്കിലും എന്തെങ്കിലും ഒരു കയറെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാൻ പറയല്ലേ, എല്ലാവരുടെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഞാൻ കെഞ്ചിയില്ലേ, എല്ലാവർക്കും ഞാൻ കെഞ്ചിയില്ലേ. ഇനി എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ച് നോക്കിയാണ്. എനിക്ക് 24 വയസ്സേ ഉള്ളൂ. എൻ്റെ ഭർത്താവിനോട് ജീവിച്ചെനിക്ക് ആശ തീർന്നിട്ടില്ല, എൻ്റെ മക്കൾക്ക് സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. ദുരന്തം നടന്ന് 5 ദിവസം പിന്നിടുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവഗണനയിൽ വലിയ രോഷത്തിലും സങ്കടത്തിലുമാണ് മത്സ്യത്തൊഴിലാളികളും കുടുംബാംഗങ്ങളും. രാത്രി ആയതുകൊണ്ട് അതിനുള്ള സജ്ജീകരണം അവിടെ ഇല്ല, അത് വേറൊരു കാര്യമാണ്. അത് നികത്താനുള്ള നടപടി എടുക്കണം, അതേയുള്ളൂ. ഇന്ന് നമ്മുടെ മോൻ അത് ചെയ്താൽ വലിയ ഉപകാരം. കാരണം ഒരുപാട് ജനങ്ങൾ ഈ മത്സ്യബന്ധനത്തിന് പോണവരാണ്. അപ്പോൾ വർഷമാകുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥ വരുന്നുണ്ട് അവിടെ. ഓരോ വർഷവും വരുമ്പോൾ അവർ അതിൻ്റെതായ നടപടി മുൻകരുതൽ എടുക്കുന്നില്ല, അത്രയും പറയാനുള്ളൂ. വിസ്മയ ന്യൂസ്, ചിറയൻകീഴ്.